എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിച്ച നാട്ടുകാർ. പ്രദേശത്തെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്, സൗകര്യമായിട്ടൊന്ന് ഉറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. എന്താണ് നിലവിലത്തെ അവസ്ഥ? രജനി, രാവിലെ മുതൽ നാട്ടുകാർ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണം. നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. അത് കാലങ്ങളായി നാട്ടുകാർ മുന്നോട്ട് വനംവകുപ്പിനും മറ്റ് അധികൃതർക്കും മുന്നിൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത വന്യമവകുപ്പിന്റെ അനസ്ഥയ്ക്കെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാവുകയും പ്രദേശത്ത് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് നാട്ടുകാരുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പതിവായിരുന്നു. ഒപ്പം തന്നെ കൃഷി ഭൂമികൾ വ്യാപകമായി നശിപ്പിക്കുക, സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ഉണ്ടാകുന്ന സാഹചര്യത്തിലും വനംവകുപ്പ് അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഒരു കുട്ടിയാന പ്രദേശത്ത് ഇറങ്ങുകയും ഇവിടുത്തെ ഒരു വീട്ടിലെ കിണറ്റിൽ വീഴുകയും ചെയ്തത്. നാട്ടുകാർ വലിയ ശ്രമഫലങ്ങൾ ഈ ആനയെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടി നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാവുകയും പിന്നീട് കാട്ടിൽ നിന്ന് ഈ കുട്ടിയാനയുടെ അമ്മയാന ഇറങ്ങി വന്ന് ആനയും കുട്ടിയാനയും തിരികെ കാട് കയറി പോവുകയുമായിരുന്നു. പ്രതിഷേധം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ സബ് കളക്ടർ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. DFO സ്ഥലത്തെത്തണം, ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ DFO ഇവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അല്പസമയം മുമ്പ് വനംവകുപ്പ് അധികൃതരും നാട്ടുകാരും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ വലിയ രീതിയിൽ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ വനംവകുപ്പ് ഒരു വന്യമൃഗശല്യം രൂക്ഷമായിരുന്ന സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സബ് കളക്ടർ എത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ഇവർ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത് ഇവിടെ ഫെൻസിംഗാണ് ഉദ്ദേശിക്കണേ. ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്ര ശല്യം തുടങ്ങിയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു കൊല്ലത്തോളമായിട്ടുള്ളൂ. ഇരിക്കുമ്പോൾ ഇത്രയും ശല്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 2 കൊല്ലമായി. വന്ന സമയത്ത് നമുക്ക് ഏത് രാത്രിയുടെ യാത്ര ചെയ്യായിരുന്നു. ഒരു കൊല്ലമായിട്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇവർ നാച്ചുറൽ ആയിട്ടുള്ള ഫോറസ്റ്റുകളെല്ലാം വെട്ടി വെളുപ്പിച്ചുകൊണ്ട് അവിടെയുള്ള തേക്ക് തൈകൾ നട്ടുനിട്ട് പ്ലാന്റേഷൻ ആക്കി മാറ്റാണ്. അപ്പോൾ ആനയ്ക്ക് തിന്നാനായിട്ടുള്ള ഗ്രാസോ ഒന്നും അവിടെ മുളയ്ക്കുന്നില്ല. അപ്പോൾ അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല, പുല്ല് തിന്നാൻ സ്ഥലമില്ല. അപ്പോൾ അവർ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം, ആളുകളുടെ വാഴ, അതുപോലെ തെങ്ങ്, പൈനാപ്പിള്. അപ്പോൾ അവർ തീറ്റ കണ്ടു. ഇനി നമുക്ക് ഒരു സമയത്തും നടക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ഇവിടെ. ഇപ്പം രാത്രി ആയാലും ഈ വേനൽക്കാലത്താണെങ്കിൽ 1 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കൊക്കെയും ആന ഇറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരം 4 മണി കഴിഞ്ഞ് റോഡ് ടു യാത്ര ചെയ്യാൻ പറ്റും നമുക്ക്. ഇത്ര അവസ്ഥയാണ്. അപ്പോൾ പല പ്രാവശ്യം ഒരു 6 മാസം മുമ്പ് മുളങ്കുടിയിൽ ഒരു ആനക്കുട്ടി വീണ് കഴിഞ്ഞപ്പോൾ അന്ന് ഇവർ ഉറപ്പ് നൽകിയതാണ് 6 മാസത്തിനുള്ളിൽ ഫെൻസിങ് ഉണ്ടാകുന്നത്. ഇപ്പോഴവർ പറയുന്നത് ടെൻഡർ വിളിച്ചിട്ടുണ്ട്, ആരും ടെൻഡർ എടുക്കാനായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് തീരുമാനമാവുന്നത് വരെയും ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് ഒരു തീരുമാനം എടുക്കുന്നത് വരെയും ഞങ്ങളിവിടെ സംഘടിക്കും. ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഫെൻസിംഗ് ഉൾപ്പെടെ സമയബന്ധിതമായി നടപ്പാക്കണം എന്നാണ് പ്രധാന ആവശ്യം. ഇനി ഫെൻസിങ് സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മഹാഗണി തോട്ടത്തിൽ അവരുടെ ഓഫീസുകളിലേക്ക് ആന കിടക്കാതിരിക്കാൻ വേണ്ടി അവിടെ വലിയ കിടങ്ങ് തന്നിട്ടുണ്ട്. ഈ കിടങ്ങർക്ക് ഇവിടെ നിന്ന് എത്താം. അവരുടെ ഓഫീസ് സുരക്ഷിതമാണ്, പക്ഷെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല. പ്രതിഷേധം ഇനിയും തുടരാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മരണം ഇനി ആന വഴിയണമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് രക്തസാക്ഷിയാവാലോ. രണ്ടാമത് വേണ്ടത് എന്തുകൊണ്ട് ഈ മൃഗങ്ങൾ ഈ വിധത്തിൽ വന്നു. ആനേനെ ഏത് വിധത്തിലാണ് തടയാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ സർക്കാർ തരത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഈ സംസ്ഥാനം മൊത്തം, ഇത് ഒരു ഭാഗത്തല്ല, കേരള സംസ്ഥാനം മൊത്തത്തിലുള്ള അടിസ്ഥാന പ്രശ്നമാണ് വന്യമൃഗ ഉപദ്രവം. അതിന് എങ്ങനെ തടയിടാം? ഇനിയും വേണ്ടത് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വേർതിരിക്കണ ഭൂപ്രകൃതി അനുസരിച്ച് ഒരു വേർതിരിവുണ്ടാക്കണം. വനമേഖല, ജനവാസ മേഖല വേർതിരിക്കണം. ഇപ്പൊ നടന്നു വന്നതൊക്കെ ഈ ഫെൻസിങ് അല്ലെങ്കിൽ വൈദ്യുത വേലി, ഈ വേലിയെല്ലാം കളയാൻ കൃത്യമായിട്ട് ആനകൾ പഠിച്ചു. ഞാൻ കണ്ട ആളാണ്. ഞാൻ വനത്തിന്റെ കൺവീനറും കോൺട്രാക്ടറും. വനമേഖലയിൽ എങ്ങനെയാണ് ആനകൾ പ്രവർത്തിക്കണത്? പണ്ട് മനുഷ്യനെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. അതിന് കാരണമുണ്ട്. മനുഷ്യനിൽ നിന്ന് ഇവർക്ക് ഉപദ്രവം കിട്ടിക്കൊണ്ട് എന്താണ് കിടങ്ങുകൾ സ്ഥാപിക്കണം എന്നാണ് അതിനൊരു മറ്റൊരു പരിഹാരം. സർക്കാർ കണ്ടെത്തട്ടെ.
എൻ്റെ ഇതിൽ പറഞ്ഞത് ട്രെഞ്ച് താത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്യണം. സൈഡ് മണ്ണ് മാത്രമായാൽ അവർ ട്രെഞ്ചിൽ എവിടെയെങ്കിലും ഇറങ്ങും. അവിടെ ജനത്തിന്റെ ഇറങ്ങുമ്പോൾ അതങ്ങൾക്ക് ഒരു ഉപദ്രവം കിട്ടണില്ല. ഇപ്പം മനുഷ്യരിൽ നിന്ന് ഒരു ഉപദ്രവവും ഇല്ല ഒരു ജീവിക്കും. അപ്പൊ അവരുടെ സംരക്ഷണ മേഖല മനുഷ്യന്റെ ഇടങ്ങളായി. വനങ്ങളിൽ ഇതുങ്ങൾ പെരുകി. അപ്പോ ഒന്നാമത് എല്ലാ മൃഗവും പെരുകി. അപ്പൊ ആനകൾക്ക് അവരുടെ തീറ്റ. ഇവിടെ മറ്റ് ആന കൂടാതെ എന്തൊക്കെ മൃഗങ്ങളുടെ ശല്യം? എല്ലാ ജീവിയുണ്ട് ഈ മേഖലയിൽ. ഇപ്പൊ കടുവ ജനത്തിന്റെ അടുത്തേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ പുലിയെത്തി, കുരങ്ങ്, മലയണ്ണാൻ, ആ തരം മയില്, അങ്ങനെ എല്ലാ ജീവികളും എല്ലാ തരത്തിലുള്ളതും ഇന്ന് നശിപ്പിക്കാൻ പഠിച്ചു. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ആ തരം പദ്ധതി സർക്കാർ തലത്തിൽ കണ്ടെത്തണം. പിന്നെ ഞാൻ എൻ്റെ ഇതിൽ മനസ്സിലാക്കിയ കാര്യം, ഞാൻ ഈ വനമേഖല ഒക്കെ ചുറ്റിക്കറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൃഗങ്ങളെ വനത്തിൽ തന്നെ നിയന്ത്രിക്കണം, ജനങ്ങളുടെ ഇടയിലല്ല നിയന്ത്രിക്കണ്ടേ. ഇപ്പൊ എറണാകുളം ജില്ലയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ ഇല്ലിത്തോട് ഭാഗം മുളങ്കുഴിയിൽ നിന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടം വരെ 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ നിയോജക മണ്ഡലത്തിന്റെ ജനവാസ മേഖലയും ഫോറസ്റ്റ് മേഖലയും കൂടി നമ്മൾ മൊത്തം പരിശോധിച്ചാൽ 65 കിലോമീറ്റർ ഉണ്ട് ഈ ചുറ്റളവ്. അപ്പൊ ആ ചുറ്റളവിൽ എന്ത് പദ്ധതി കൊടുന്നാലും അവിടെ ജനത്തിന് വേണ്ടിയുള്ള പല പദ്ധതി അതിന്റെ ഇടയ്ക്കുണ്ട്. അത് ഇതിന് തടസ്സാവും. രണ്ടാമത് മൃഗങ്ങളെല്ലാം ഇന്ന് അവ ഭക്ഷിക്കുന്നത് സാധനങ്ങളുടെ മണം പിടിക്കാൻ പഠിച്ചു. ഇപ്പൊ ഇവിടെ പൈനാപ്പിൾ പാകമായാൽ 1 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആനയ്ക്ക് അത് പിടികിട്ടാണ്. സർക്കാർ തലത്തിൽ അതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സർക്കാർ തലത്തിൽ ഇത് ഇല്ല, ഇത് വരാതിരിക്കാൻ. അല്ലാണ്ട് നിങ്ങളിപ്പോ സോപ്പിടാൻ തൽക്കാലം ആസ്വദിക്കുന്ന പദ്ധതിയല്ല വേണ്ട. എന്താണ് ഈ ഭരണാധികാരികൾക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടേ? അവരും ജനത്തിന് വേണ്ടി സാധ്യമാവണത് ചെയ്യണം. അല്ലാണ്ട് നമ്മളെ തൽക്കാലം ആസ്വദിപ്പിക്കാൻ ഈ സോപ്പിടുന്ന പണിയല്ല വേണ്ട. ഏത് സർക്കാർ പദ്ധതിയും തൽക്കാലം നമുക്ക് ആ പണി തീരുമ്പോ അതാണ് പൊക്കോട്ടെ. അതിന്റെ കാരണം എന്താ? ഇതിന്റെ വീതം ഉദ്യോഗസ്ഥർക്ക് കിട്ടാന്നുള്ളതാണ്. ഒരു പദ്ധതിയുടെ വീതം സർക്കാർ തലത്തിൽ എവിടെ നടത്തിയാലും അതിന്റെ ഒരു ഓഹരി കിട്ടിയ കാര്യം കഴിഞ്ഞ് അടുത്ത പദ്ധതി വരട്ടെ. ആ ചിന്താഗതി മാറണം. ജനം ബോധവാന്മാരാവണം. ശാശ്വതമായ പരിഹാരം തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പ്രത്യേക താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളല്ല, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ കാണണം. അത് ഉണ്ടാകുന്നിടം വരെ പ്രതിഷേധം കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പകൽ സമയത്ത് പോലും ഇവിടെ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ആന, കാട്ടുപോത്ത്, കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ പ്രദേശത്ത് ഇറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എത്ര കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് നിലവിൽ അറിയുന്നത്? 2000 പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ അറിയുന്നത്. തീർച്ചയായിട്ടും പകൽ പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ഇവിടെ 4 വാർഡിന്റെ ഏരിയ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പൊ ഒരു വർഷമായിട്ടുള്ള ആനയുടെ ശല്യം ഇത്രയും രൂക്ഷമായിട്ട്. ഇപ്പൊ പകൽ സമയത്തും പോകുന്ന വഴിക്ക് ആന കാണുന്നുണ്ട്, ബൈക്കിന് പോകുമ്പോഴും ഒക്കെ റോഡിൽ ആന കാണുന്നു. നമുക്ക് വലിയ ഭയമാണ്. രാത്രിയൊക്കെ വരുമ്പോഴൊക്കെയാണ് ആനയെ പേടിച്ച് നമുക്ക് വരാനാണ് ഈ കാഴ്ച അല്ലേ ആനകളെ കാണുന്നത്. സ്ഥിരമായി 1 വർഷത്തിനുള്ളിൽ സ്ഥിരമായിട്ട് ആനയെ കാണുന്നുണ്ട്. വനപാലകര് അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അവര് ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല. അവര് ജനങ്ങളുടെ ഒരു സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. അവരുടെ ഡ്യൂട്ടി വനം സംരക്ഷിക്കുക, വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക, അത് ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള സംരക്ഷണം കിട്ടാവുന്ന രീതിയിൽ ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല. അത് സർക്കാർ മുൻകൈ എടുത്ത് ട്രെഞ്ച് താത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, ട്രെഞ്ച് താത്തണം. ഈ ജനങ്ങളുടെ അടുത്തേക്ക് മൃഗങ്ങൾ വരരുത്, അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ വേർതിരിച്ച് നിർത്താവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശാശ്വതമായ ഒരു പരിഹാര നിർദ്ദേശങ്ങൾ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുണ്ടാകാതെ ഈ സമരം അവസാനിപ്പിക്കില്ല, പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ് നാട്ടുകാർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം നമുക്ക് യാത്ര സുഗമമാക്കാൻ സാധിക്കണം. പെർമനന്റ് വേണം. നമുക്ക് ഇവര് ലോങ് ടൈമിലേക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കിടങ്ങുണ്ടാക്കുക. പക്ഷെ നമുക്കിവിടെ സുരക്ഷിതമായ യാത്ര ചെയ്യാനുള്ള സംവിധാനം തലക്കാലത്തേക്ക് എഴുതി കിട്ടണം. നമുക്ക് എഴുതി കിട്ടാതെ നമ്മൾ ഇത് പിന്മാറുന്ന പ്രശ്നം നിൽക്കുന്നില്ല. ഇവർ വെറുതെ പറയുമ്പോൾ സമ്മതിക്കുക, ഇത് ഞങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ട് ഉടൻ തീരുമാനമാക്കാന്ന് പറയുള്ളൂ. ഈ ശൈലി നമുക്ക് പറ്റൂല. ഇത് അവസാനിപ്പിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ധർണയില് DFOന് നമ്മളൊരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമരം, ഈ ധർണ കഴിഞ്ഞപ്പോൾ ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ DFO ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ യാതൊരുവിധ നയപരമായ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. ഏതാണ്ട് നമ്മൾ വരുത്തരെന്ന മട്ടിലാണ് അയാളുടെ സംസാരം. അപ്പോൾ DFO ഇതുമായിട്ട് യാതൊരുവിധ ഭാവിയിൽ നടപടി ഉണ്ടാവില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് DFOനോടോ ACFനോടോ സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ വന്ന് ഡെപ്യൂട്ടി കളക്ടറോട് നേരിട്ട് സംസാരിച്ച് ഭാവി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്ന മുറയ്ക്ക്
നമ്മൾക്ക് കാര്യങ്ങൾ ആവിഷ്കരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദയവേത് എല്ലാവരും കലകുലാന്ന് അതെ സഹകരണം ഉണ്ടാവണം. ഒരു 3-4 പേര് നമ്മുടെ ഭാഗത്തു നിന്ന് ജനപ്രതിനിധികൾ ഒക്കെ സംസാരിക്കണേ കേട്ടോ. അപ്പം നിങ്ങൾ എന്താണെങ്കിലും കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുന്നവരോട്. രജനി, സബ് കളക്ടറുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ. ശരി, എന്നാൽ മലയാറ്റൂർ ഇല്ലിത്തോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുക തന്നെയാണ് നാട്ടുകാർ. ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. DFO നേരിട്ട് എത്തണമെന്നാണ് അവരുടെ ആവശ്യം. അല്പസമയത്തിനകം തന്നെ സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം സബ് കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിലെ നിവാസികളുള്ളത്. വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിക്കൊണ്ടിരുന്നത്.